വേഗം ലേണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ചോദ്യം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്നല്ലേ നിങ്ങളുടെ പ്രശ്നം. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പം അതിൽ WH ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ക്യാ, കിസ്, കബ്, കഹാം, കോൺ, ക്യോം, ഇതൊക്കെ നമ്മുടെ ചോദ്യ പേപ്പറിൻ്റെ ഒരു അറ്റത്തായിട്ട്, അതായത് ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെയുള്ള ചോദ്യ ചിഹ്നങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പം നോക്കാം അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം. ഇപ്പൊ ഒരു പാട്ടായിട്ട് നമുക്ക് പഠിക്കാം. വാട്ടെന്ത് വിച്ചേത് വെന്നെപ്പോൾ വേറെവിടെ ഹൂവാറ് വയ്യെന്ത് കൊണ്ടാണ്. എന്താണ് പറഞ്ഞത്? വാട്ട് എന്നാൽ എന്ത് എന്നാണ് അർത്ഥം. അതിന്റെ ഹിന്ദി വേർഡ് എന്താണ്? ക്യാ. വിച്ച് എന്നാൽ എന്താ? ഏത്. വിച്ച് ഏത് എന്നർത്ഥം വരുന്നു. കിസ് എന്ന് ഹിന്ദിയിൽ നമ്മൾ ഏത് എന്നതിനെ പറയുന്നു. വെൻ എപ്പോൾ ഹിന്ദിയിൽ നമ്മൾ കബ് എന്ന് പറയുന്നു. വേർ എവിടെ. കഹാം എന്ന് ഹിന്ദിയിൽ നമുക്ക് പറയാം. ഹു ആര്. കോൺ എന്ന് നമുക്ക് ഹിന്ദിയിൽ പറയാം. വൈ എന്തുകൊണ്ട്. ക്യോ. അപ്പൊ നോക്കൂ, എന്ത് എന്നതിന് ഹിന്ദിയിൽ ക്യാ എന്നും, ഏത് എന്നതിന് കിസ് എന്നും, എപ്പോൾ എന്നതിന് കബ് എന്നും, എവിടെ എന്നതിന് കഹാം എന്നും, ആര് എന്നതിന് കോൺ എന്നും, എന്തുകൊണ്ട് എന്നതിന് ക്യോം എന്നുമാണ് പറയുന്നത്. അപ്പൊ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം വായിക്കുന്ന സമയത്ത് എന്താണ് എഴുതേണ്ടത് എന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പൊ ഇത് മക്കൾ മറക്കാതെ പഠിച്ചിരിക്കുക. അടുത്ത നോക്കൂ, മെഹനത്ത് അല്ലേ. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ പൊതുവേയുള്ളൊരു തീം എന്താണ്? മെഹനത്ത് അല്ലെങ്കിൽ സഫൽ ജീവൻ എന്നതൊക്കെയാണ് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം മെഹനത്ത് എന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, മെഹനത്തിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. जीवन में कोई न कोई सपना या लक्ष्य अवश्य होना चाहिए. ഈ പാഠം രണ്ടാമത്തെ യൂണിറ്റിലുള്ള എല്ലാ പാഠങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ജീവിതത്തിൽ ജീവൻമേ കോയി ന കോയി എന്തെങ്കിലുമൊക്കെ സപ്ന യാ ലക്ഷ്യ സ്വപ്നങ്ങളോ ലക്ഷ്യങ്ങളോ അവശ്യ ഹോനാ ചാഹിയെ തീർച്ചയായും അനിവാര്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഉസ് സപ്നെ കോ ലക്ഷ്യ കോ सच बनाने के लिए हमें निरंतर परिश्रम करना चाहिए. ആ സ്വപ്നങ്ങളെയും ഉസ് സ്വപ്നക്കോ ലക്ഷ്യക്കോ ആ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും സച്ച് ബനാനെ കെ ലിയെ സത്യമാക്കാൻ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഹമേ നിരന്തർ പരിശ്രം കർണ ചാഹിയെ നമ്മൾ എന്താണ് നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ജീവൻ മേം സഫലത പാനെ കെ ലിയെ മെഹനത് കർണി ചാഹിയെ. ജീവിതത്തിൽ സഫലത വരാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യണം? മെഹനത്ത്. എന്താണ് മെഹനത്ത്? കഠിനാധ്വാനം വേണം. അപ്പൊ ഒന്നുകൂടെ നോക്കാം. മെഹനത്ത് എന്ന വാക്കിനെ കുറിച്ചൊരു ചെറിയ ലേഖ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതുക? ജീവൻ മേ കോയി ന കോയി സപ്ന യാ ലക്ഷ്യ അവശ്യ ഹോനാ ചാഹിയെ. उस सपने को लक्ष्य को सच बनाने के लिए हमें निरंतर परिश्रम करना चाहिए. जीवन में सफलता पाने के लिए मेहनत करनी चाहिए. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമ്മൾ ലൈവിൽ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.